പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രയേലിലെ അതിമനോഹരമായ ഒരു പാർക്കാണ് പരിചയപ്പെടുത്തുന്നത്. ടെൽ-അവീവിൽ നിന്നും ജെറുസലേമിലേക്കുള്ള വഴി മധ്യേ നെസ് സിയോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, റോഡിൻ്റെ സൈഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിലുള്ളൊരു ഫ്രൂട്ടാണ്, അതെന്താണെന്നറിയില്ല. എന്തായാലും നന്നായിട്ട് തന്നെ അത് ഫലപുഷ്ടിയായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊരു പാർക്കിനുള്ളിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ പാർക്ക് ഇപ്പോൾ സമയം ഇവിടെ രാവിലെ 10:30 ആയിട്ടുള്ളൂ. നമ്മുടെ അവിടെ 1 മണി 1:30 ആ സമയമായിട്ടുണ്ടാവും. അതിൽ അതിമനോഹരമായൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് എടുത്തു പറയാൻ, ഇപ്പം ഇവിടെ ആൾക്കാർ കുറവാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ആൾക്കാരുണ്ട്. ഈ സൈഡിൽ ഇവിടെ കുറച്ച് മീനുകളുണ്ട്. വളരെയധികം നല്ല രസമുണ്ട് മീനുകൾ. പിന്നെ നമ്മുടെ അവിടുത്തെ ആമ്പലാണോ താമരയാണോ എന്താണോ, ആമ്പൽപ്പൂവുണ്ട്. പിന്നെ ഒത്തിരി മീനുകൾ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇതിനപ്പുറത്തായിട്ട് ഒത്തിരി മാനുകൾ നമ്മുടെ മൂന്നാറിലൊക്കെ കാണും. മൂന്നാർ രാജമലയൊക്കെ കാണുന്ന പോലെ ഒത്തിരി വരയാടില്ലേ, അതുപോലത്തെ വലിയ കൊമ്പുള്ള സൈസ് മാനുകൾ, വരയാട് അവിടെ കാണാൻ കഴിയും. പിന്നെ അതിനുള്ളിൽ അതിനവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ഇവിടെ ഒരു ഇല പോലും താഴെ കിടക്കുന്നില്ല, എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന ഉദ്യോഗസ്ഥരും അതിൻ്റെ അകത്തുണ്ട്. ഇത് ടെൽ-അവീവ് ടു ജെറുസലേം ഹൈവേയുടെ സൈഡാണ്. നെസ് സിയോണ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പാർക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ വേറെ ഒരു കാര്യം, വാഹനങ്ങൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്നത് അത് കൃത്യതയോടുകൂടി വേണം പാർക്ക് ചെയ്യാൻ. എവിടെ വാഹനം പാർക്ക് ചെയ്യണം എന്നുള്ള റോഡ് സൈഡിൽ കറക്റ്റായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും വന്ന് ഒത്തിരി പ്രാക്ടീസുകൾ ചെയ്യാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒത്തിരി റൈഡുകൾ ഇവിടെ ഉണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ആരുമില്ല, വൈകിട്ടൊക്കെ ആയിരിക്കും, ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇവിടെ ആൾ വരിക. എന്തായാലും അതിമനോഹരം എന്ന് തന്നെ പറയാം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരവിടെ കുറച്ച് അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തത്, അതിപ്പം വീൽ ചെയറിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കാറ് കൊണ്ട് നിർത്തി അതിനകത്ത് നിന്ന് ഇറങ്ങാൻ കറക്റ്റ് പാർക്കിംഗ് പ്ലേസ് അത് ബ്ലൂവും വൈറ്റുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അവിടെ മാത്രമേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. സിഗ്നലുകളിൽ നിന്ന് വെച്ചാൽ കാൽനട യാത്രക്കാണ് മുൻഗണന. റോഡിൽ എന്ത് തിരക്കായാലും കാൽനട യാത്രക്കാർ പോയതിന് ശേഷം മാത്രമേ സീബ്ര ക്രോസിങ്ങിൽ കറക്റ്റായിട്ട് അത് വാഹനങ്ങൾ കടന്നു പോവുകയുള്ളൂ. നമ്മളതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ തന്നെ വാഹനങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ വാഹനങ്ങൾ കടന്നു പോവുകയുള്ളൂ. തന്നെയല്ല, നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിലും സിഗ്നൽ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി നമ്മുടെ പടം വെച്ചുള്ള അല്ലെങ്കിൽ ഒരു ലേബൽ വെച്ച് കറക്റ്റായിട്ട് സിഗ്നൽ ഉണ്ടാവും. റെഡ് സിഗ്നൽ ആണെങ്കിൽ നമുക്കും കടന്നു പോകാൻ പാടില്ല. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ പോലീസുണ്ട്. സിഗ്നലിൽ അവിടെ ഇവിടെ എല്ലാം പോലീസുണ്ട്. അവരുടെ ദേഹത്ത് ക്യാമറ ഉണ്ടാവും, അവരുടെ യൂണിഫോമിൻ്റെ ഭാഗത്ത് ക്യാമറ ഉണ്ടാവും. നമ്മളെ സെൻസ് ചെയ്യാനും ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ഈ പാർക്കിൽ എന്തായാലും വൈകിട്ടേ ആൾക്കാരൊക്കെ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിമനോഹരം. ജെറുസലേം ടെൽ-അവീവ് ഹൈവേയുടെ സൈഡിൽ നെസ് സിയോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാർ എൻ്റെ കൂട്ടത്തിലൊപ്പം ഉണ്ട്. അവർ വീട്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സുഹൃത്തുക്കളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ഈ പക്ഷികളുണ്ടല്ലോ, അതിലേറ്റവും കൂടുതൽ കണ്ടത് തത്തയാണ്. നമ്മുടെ നാട്ടിൽ പാരറ്റ്, തത്ത ഇഷ്ടം പോലെയുണ്ട്. എല്ലാ മരങ്ങളിലും വന്നിരിക്കുന്ന അവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിൽ നിന്നും പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു.